ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ ക്യൂബ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരാണ്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലോ ചെയ്യാനും സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റിന് നമ്മുടെ സ്കിൻ പിഗ്മെന്റേഷന് കാരണമായ മെലാനിൻ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് പിഗ്മെന്റേഷൻ കുറയുകയും നന്നായിട്ട് ഗ്ലോ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നുണ്ട്. അത് IV ഫോമിലും അവൈലബിൾ ആണ്, ടാബ്ലറ്റ് ഫോമിലും അവൈലബിൾ ആണ്. IV ഫോമിൽ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ടാബ്ലറ്റ് ആണെങ്കിൽ ഗ്രാജുവലി ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക. എന്തായാലും റിസൾട്ട് മസ്റ്റ് ആണ്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ ക്യൂബ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടിന് ഗുണം എന്ന് പറയുകയാണെങ്കിൽ ബീട്രൂട്ടിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കൂടെ തന്നെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും സഹായിക്കും. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ബീട്രൂട്ട് സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബീട്രൂട്ട് ഇടാം. പിന്നെ അടുത്തത് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ വൈറ്റമിൻ A കൂടുതലാണ് ക്യാരറ്റിന്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ കണ്ണിന് വളരെ നല്ലതാണ് വൈറ്റമിൻ A എന്ന് പറയുന്നത്. പിന്നെ ക്യാരറ്റിൻ്റെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതെന്ന് പറയുന്നത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടുതലാണ്, പിന്നെ വൈറ്റമിൻ C കൂടുതലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് ആപ്പിൾ. അപ്പോൾ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗൂസ്ബെറി അല്ലെങ്കിൽ നെല്ലിക്കയാണ്. അപ്പം നെല്ലിക്കയുടെ ഗുണം പറയുകയാണെങ്കിൽ വൈറ്റമിൻ C കൂടുതലാണ്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, സ്കിൻ ഗ്ലോ ചെയ്യാനും നല്ലതാണ് നെല്ലിക്ക. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ജിഞ്ചറാണ്. അപ്പോൾ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഡൈജഷൻ നല്ല പ്രോപ്പറാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ജിഞ്ചർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ടിത് മിക്സിയിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തരിച്ചെടുക്കാം. ജ്യൂസ് നമുക്ക് ഐസ് ക്യൂബ് ട്രെയിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ഐസ് ട്രേയിൽ മൊത്തമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഗ്ലൂട്ടാത്തയോൺ ക്യൂബ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല രസമാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇടുമ്പം വരുന്ന ഒരു ഭംഗി നല്ല രസമാണ്. നമുക്ക് നോക്കാം അങ്ങനെ. ഇതുപോലെ ചൂടുവെള്ളത്തിലാണ് വീഡിയോസിലൊക്കെ കാണുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഐസ് നല്ല തണുപ്പല്ലേ, അപ്പോൾ അതുപോലെ ഇടുന്നേക്കാട്ടും നല്ലത് ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കുടിക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നല്ല ചൂടുവെള്ളത്തിൽ ഐസ് ഇടുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഐസ് ഇട്ടിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഒന്ന് കുടിച്ച് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല.
ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുടിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ BP ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ്. നൈസ്. ഡെയിലി നൈറ്റിൽ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ സ്കിൻ ഗ്ലോ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.